നമസ്കാരം സാർ. എം എ ബേബി CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. എം എ ബേബിക്ക് മലയാളം സംസാരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിലേക്ക് വരണം എന്നൊരു പ്രസ്താവനയാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. സാർ, ഒരു സംശയം, അതായത് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്നാണ് മുസ്ലിം ലീഗിന്റെ പേര്, അല്ലെങ്കിൽ അഖിലേന്ത്യ എന്ന് ചേർത്ത് ഇപ്പൊ CPM-നാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് മറ്റൊരു വലതുപക്ഷ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര്. സാർ, ഇവയൊക്കെ തന്നെ ഇന്ത്യ ഒട്ടാകെ ഉണ്ടോ? അവരുടെ നേതാക്കൾ ഇപ്പോൾ കേരളത്തിൽ മാത്രമുള്ള പാർട്ടിയായി CPM നിൽക്കുമ്പോൾ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറയുന്നു മനസ്സ് തുറന്ന് സംസാരിക്കണമെങ്കിൽ കേരളത്തിൽ വരണമെന്ന്. ഇതിനു മുമ്പ് മലയാളിയായി ഒരു ജനറൽ സെക്രട്ടറി കൂടെ പാർട്ടിക്ക് ഉണ്ടായിരുന്നു, അത് പ്രകാശ് കാരാട്ടായിരുന്നു. അദ്ദേഹം പക്ഷേ ഈ വർത്തമാനം പറഞ്ഞു കേട്ടില്ല. സർ, ബേബിയുടെ ഈ വർത്തമാനത്തിൽ ഒളിച്ചിരിക്കുന്ന ആ ഒരു അദ്ദേഹം ഒളിപ്പിക്കുന്ന അർത്ഥം എന്താണ്? സഖാവ് എം എ ബേബി CPIM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നൊക്കെയാണ് പറയുന്നത്. ഈ അങ്ങനെയുള്ള ചില പാർട്ടികളുണ്ട്. ഇപ്പൊ മുസ്ലിം ലീഗ് അഖിലേന്ത്യ എന്ന് പറഞ്ഞാലും അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അഖിലേന്ത്യാ ബന്ദ്, അഖിലേന്ത്യ എന്നൊക്കെ പറയുമെങ്കിലും കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒരു അഖിലേന്ത്യാ പ്രതിഭാസമാണ് ഇപ്പോൾ CPM. കേരളത്തിൽ മാത്രമേ ഉള്ളൂ എങ്കിലും അഖിലേന്ത്യ എന്നൊക്കെ പറയും. അങ്ങനെയുള്ള അഖിലേന്ത്യനാണ്, അതിന്റെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ എം എ ബേബി, സഖാവ് എം എ ബേബി. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികരിലെ അഗ്രഗണ്യനായിട്ടുള്ള, മറ്റാർക്കും തുല്യം വെക്കാൻ കഴിയാത്ത ബുദ്ധിജീവിയും ഒക്കെ ആയിട്ടുള്ള ആളാണ്, സൈദ്ധാന്തികനാണ് ശ്രീ സഖാവ് എം എ ബേബി. ഈ സഖാവ് എം എ ബേബി ഇപ്പോൾ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. വളരെ വിലപ്പെട്ട കണ്ടുപിടുത്തമാണ്. സംസാരിക്കണമെങ്കിൽ കേരളത്തിൽ വരണം, മനസ്സ് തുറക്കണമെങ്കിൽ കേരളത്തിൽ വരണം. കേരളത്തിന് പുറത്തു പോയി മനസ്സ് തുറക്കത്തില്ല, വായ തുറക്കത്തില്ല. അതിന്റെ കാരണം, കേരളത്തിന്റെ പുറത്തു പോയി എം എ ബേബിയെ പോലുള്ള ഒരു മനസ്സോ വായോ തുറന്നാൽ ആദ്യമായിട്ട് അവർ ചോദിക്കും, താൻ എന്തുവാണ് ഈ പറയുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോ കേരളത്തിലാകുമ്പോൾ പിന്നെ പഞ്ചപുച്ഛമടക്കി എല്ലാ പത്രക്കാരും ചാനലുകാരും പാർട്ടിക്കാരും ഇത് കേട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ വന്ന് വായ തുറന്നാൽ ആരെങ്കിലും കേൾക്കും, അല്ലെങ്കിൽ നീ പോടേ എന്ന് മുഖത്ത് നോക്കി പറയും. അപ്പൊ അതാണ് എം എ ബേബി പറഞ്ഞതിന്റെ അടിസ്ഥാനം. ഇങ്ങനൊരു അവസ്ഥ വരാൻ കാരണം എന്താണ്? ഇത് അവരുടെ പാർട്ടിയുടെ നയപരിപാടികൾ തന്നെയാണ്. 54 രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ലോക ഭൂപടത്തിന്റെ 1/3 കമ്മ്യൂണിസം കൊണ്ട് മൂടിയിരുന്നു. പക്ഷെ ഇന്ന് തരി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയിലായി. 1990-കളിൽ തന്നെ ചൈന കമ്മ്യൂണിസം ഉപേക്ഷിച്ച് മുതലാളിത്തം സ്വീകരിച്ചു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മുതലാളിമാരുള്ള 2ാമത്തെ രാജ്യമായി ചൈന മാറിക്കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും സഹസ്രകോടീശ്വരന്മാരും ഒക്കെയുള്ള ലോകത്തെ 2ാമത്തെ രാജ്യമായി ചൈന മാറി. മുതലാളിത്തം സ്വീകരിച്ചിട്ട് ഏതാണ്ട് 35 വർഷമായി. പക്ഷെ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ചൈന എന്നൊക്കെയാണ് വിളിക്കുന്നത്. അവർ അംഗീകരിക്കില്ല എങ്കിൽ പോലും. പിന്നെ ഉള്ളത് ക്യൂബയിലും ലാവോസിലും, അത് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലും. അത്രേ ഉള്ളൂ. ബാക്കി 51 രാജ്യങ്ങളും ഈ കമ്മ്യൂണിസത്തെ കൈയൊഴിഞ്ഞു. കമ്മ്യൂണിസത്തെ കൈയൊഴിഞ്ഞ രാജ്യങ്ങളുടെ പ്രത്യേകത നോക്കൂ. അവരെല്ലാം തന്നെ പൊട്ടിച്ചിതറി പല കഷ്ണങ്ങളായി പോയി. അവരെല്ലാം തന്നെ ദാരിദ്ര്യത്തിലേക്ക് പോയി, സാമ്പത്തിക തകർച്ചയിലേക്ക് പോയി, ആ ജനതയ്ക്ക് ഗതി കിട്ടാതെ പോയി. അതായത് കമ്മ്യൂണിസം ബാധിച്ച് ലോകത്തിന്റെ 1/3 നശിച്ചുപോയ അവസ്ഥയിൽ ഇനി കമ്മ്യൂണിസത്തിൻ്റെതായ ഫോസിലുകൾ അവശേഷിക്കുന്ന സ്ഥലങ്ങളിൽ ഒരെണ്ണമാണ് കേരളം. അത്തരമൊരു ഫോസിലാണ് ശ്രീ എം എ ബേബി. കമ്മ്യൂണിസത്തിന്റെ ഫോസിലാണ് ശ്രീ എം എ ബേബി. അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഫോസിലുകൾ ഉള്ളിടത്ത് മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. കേരളം അങ്ങനെ അതിന് പറ്റിയ നാടാണ്. ഇവിടെ എന്തു പറഞ്ഞാലും മലയാളി അതേപടി വിഴുങ്ങിക്കോളും. നമുക്കറിയാമല്ലോ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാര് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരുന്നത്. ആദ്യകാലം മുതൽ എല്ലാ വിധത്തിലുള്ള പുരോഗതിക്കും വികാസത്തിനും വളർച്ചയ്ക്കും കമ്മ്യൂണിസം എതിരായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ദാരിദ്ര്യം നിലനിർത്തിയാൽ മാത്രമേ കമ്മ്യൂണിസത്തിന് നിലനിൽക്കാൻ പറ്റൂ. വെള്ളമുള്ളിടത്ത് മാത്രമേ മീന് ജീവിക്കാൻ പറ്റൂ എന്ന് പറയുന്നത് പോലെ ദാരിദ്ര്യമുള്ളിടത്ത് മാത്രമാണ് കമ്മ്യൂണിസത്തിന് ജീവിക്കാൻ പറ്റുക. അതുകൊണ്ട് ദാരിദ്ര്യം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും എടുത്തുകൊണ്ടിരിക്കും. കേരളത്തിൽ അധികാരത്തിൽ കിട്ടിയപ്പോൾ ഇവിടെ മിച്ചഭൂമി പിടിച്ചെടുത്തു, ഇപ്പോൾ എല്ലാവരെയും രക്ഷിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഭൂമിയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ യൂണിയനുകൾ
അതിശക്തമായി വന്ന് സകല ഫാക്ടറികളും പൂട്ടിക്കുകയും ഉൽപാദന കേന്ദ്രങ്ങളൊക്കെ തകർക്കുകയും ചെയ്തതിനു ശേഷം ഇന്ന് പരമദരിദ്രമായി പോയ ഒരു കാർഷിക മേഖലയും വ്യവസായ മേഖലയും ഒക്കെ കേരളത്തിൽ കാണാമെങ്കിൽ അതിന്റെ പിറകിൽ കമ്മ്യൂണിസം ചെയ്ത കൊടുംപാതകം എന്താണ് എന്ന് മനസ്സിലാവും. പക്ഷെ ഇപ്പോഴും അത് മഹത്തായ ഒരു തത്വശാസ്ത്രമാണ് എന്നും വലിയ ഒരു ദർശനമാണ് എന്നും ഒക്കെ കൊട്ടിഘോഷിച്ചുകൊണ്ട് അതിനുള്ള ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കി കേരളത്തിൽ വിറ്റഴിക്കാൻ പറ്റിയ ഒരു സാമൂഹിക അന്തരീക്ഷം ഇവിടെ പൊതുബോധം ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ പൊതുബോധത്തിനകത്ത് നിന്നുകൊണ്ട് ഇത്തരം MA ബേബിമാർക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ സാരം. പക്ഷെ ഇതിന് വില കൊടുക്കേണ്ടി വരുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. നമുക്കറിയാം, കേരളത്തില് ഇപ്പൊ കൃഷി ചെയ്യാൻ വയ്യ, നഷ്ടമാണ്, വ്യവസായം ചെയ്യാൻ അനുവദിക്കില്ല, ജീവൻ പോകും, വിദ്യാഭ്യാസം ചെയ്യാൻ ഒരു സംവിധാനങ്ങളുമില്ല, എല്ലാം വിദേശത്ത് പോകേണ്ടി വരും, തൊഴിലെടുക്കണമെങ്കിൽ കേരളം വിട്ടു പോകേണ്ടി വരും. പിന്നെ കേരളത്തിൽ വന്ന് തൊഴിലെടുക്കുന്നത് ആരാണ്? ഇതിനു മുമ്പ് കമ്മ്യൂണിസം കൊണ്ട് ജീവിതം തകർന്നു പോയ പശ്ചിമ ബംഗാളിലെ പാർട്ടി നേതാക്കന്മാരാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ തട്ടുകടയിൽ പൊറോട്ട അടിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെക്കാൾ ദുരിതത്തിലുള്ള കമ്മ്യൂണിസം ബാധിച്ച് നമ്മളെക്കാൾ ദുരിതം ബാധിച്ച ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസം ബാധിച്ചവർ കേരളം വിട്ടുപോകുന്നു. ഇവിടെയാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് MA ബേബി സംസാരിക്കുന്നതും വാചാലനാകാൻ വേണ്ടി ശ്രമിക്കുന്നതും. നമ്മൾ ഓർക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ജനാധിപത്യത്തെ അംഗീകരിച്ചിട്ടില്ല. അവര് ഈ പറഞ്ഞ രീതിയിൽ യാതൊരു ലോകത്തും അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവിടെയൊന്നും പ്രതിപക്ഷം ഉണ്ടായിട്ടില്ല. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം, മനുഷ്യാവകാശം, ഇതൊന്നും ഉണ്ടായിട്ടില്ല. നിലവിലുള്ള സംസ്കാരത്തെ മുഴുവൻ തച്ച് തകർത്ത് സാംസ്കാരിക വിപ്ലവം എന്നതിന്റെ പേരൊക്കെ ഇട്ട് 12 കോടി മനുഷ്യരെ കൊന്നൊടുക്കിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം. 12 കോടി. പശ്ചിമ ബംഗാളിൽ തന്നെ 45,000 പാർട്ടി കണക്കനുസരിച്ച് കൊന്നൊടുക്കിയിട്ടുണ്ട്. കേരളത്തിൽ ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത്. ആ പ്രസ്ഥാനത്തിന് സംസാരിക്കണമെങ്കിൽ കേരളത്തിൽ മാത്രമേ കഴിയൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. കേരളത്തിന് പുറത്ത് ഇറങ്ങി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ആട്ടി ഓടിക്കപ്പെടുന്ന അവസ്ഥ ഇന്ന് കമ്മ്യൂണിസം നേരിടുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ UP-യിലും ബീഹാറിലും തെലങ്കാനയിലും ഒക്കെ വലിയ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങൾ ഉണ്ടായി. പഞ്ചാബിലും ഹരിയാനയിലും അടക്കം കാശ്മീർ വരെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തമായിരുന്നു. പക്ഷെ ഇന്ന് ഭാരതത്തിന്റെ 1% മാത്രം ഭൂവിസ്തൃതിയുള്ള 2.5% മാത്രം ജനസംഖ്യയുള്ള കേരളത്തില് ഈ കമ്മ്യൂണിസം വന്ന് ഒതുങ്ങിപ്പോയി എങ്കിൽ അതിന്റെ കാരണം ഇസ്ലാമിക ഭീകരവാദികളുടെ ശക്തമായ സാന്നിധ്യമുള്ളിടത്ത് മാത്രമേ ഇനി കമ്മ്യൂണിസത്തിന് നിലനിൽപ്പുള്ളൂ എന്നുള്ള ദുരവസ്ഥ കേരളം എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് കമ്മ്യൂണിസവും ഇസ്ലാമിക ഭീകരവാദവും ഒന്നിച്ച് പരസ്പരം കെട്ടിപ്പിടിച്ച് നിലനിൽപ്പിന് വേണ്ടി കേരളത്തിൽ യോജിച്ച് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ബേബി സഖാവിന്റെ ആശയങ്ങൾക്ക് പ്രസക്തിയുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മനസ്സ് തുറക്കാനും സംസാരിക്കാനും കേരളത്തിൽ വരണം എന്ന് പറയാനും കാരണം.